നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്ന കേരളത്തിലെ ദേശീയ പാതകളിലൂടെയുള്ള യാത്ര ദിനം തോറും ദുരിതപൂർണമാവുകയാണ്. കിലോമീറ്ററുകൾ നീളുന്ന ട്രാഫിക് കുരുക്കിൽ യാത്രക്കാർക്ക് കാത്തുകിടക്കേണ്ടി വരുന്നത് മണിക്കൂറുകളാണ്. മഴ തുടരുന്നതിനാൽ ചെളിക്കുളമായ വഴിയിലെ യാത്രാ ദുരിതം പതിന്മടങ്ങായി. ദേശീയപാത നിർമ്മാണം അനന്തമായി നീളുന്നതിനും അറ്റകുറ്റപ്പണികളുടെ അശാസ്ത്രീയ രീതിക്കുമെതിരെ കടുത്ത ജനരോഷമാണ് ഉയരുന്നത്. ഇതിനെല്ലാം ഇടയിൽ ദേശീയപാത അതോറിറ്റി ടോൾ പിരിവ് തുടരുന്നത് ഗതാഗത കുരുക്ക് കൂടുതൽ വഷളാക്കുന്നു. നഗരത്തിനൊത്ത റോഡുകൾ വികസിക്കാത്തത് മൂലം കൊച്ചിയുടെ നഗര ഗതാഗതവും കുരുക്കിൽ ഇഴയുകയാണ്. രാവിലെ മുതൽ തന്നെ കൊച്ചി നഗരത്തിൽ ആകമാനം വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് തേവര പാലത്തിന് മുൻവശമാണ്. പശ്ചിമ കൊച്ചിയിൽ നിന്നും ആളുകൾ നഗരത്തിലേക്ക് കടക്കുന്ന ഒരു പ്രധാന കവാടത്തിലാണ് ഇത്രയധികം തിരക്ക് അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് വൈപ്പിൻ കരയിൽ നിന്നും ആളുകൾ എറണാകുളം നഗരത്തിലേക്ക് വരുന്ന ആളുകളുടെ അവസ്ഥ ഇത് തന്നെയാണ്. മണിക്കൂറുകളോളം ഗതാഗത കുരുക്കിൽ ജനങ്ങൾ കിടക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. ഓട്ടോക്ക് വന്നിട്ട് ഇറങ്ങിപ്പോന്ന് എന്നിട്ട് നടക്കാം. പരീക്ഷ ഉണ്ട്, കയറാൻ പറ്റിയില്ല. വലിയ നഷ്ടം തന്നെ എണ്ണ ഇതിനകത്ത് കിടന്ന് കത്തിപ്പോവാണ്. ദേശീയപാത 66 പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രദേശമാണ് ഇടപ്പള്ളിയുടെ ഈ സ്ഥലം. ഇവിടെ ഒരു കുപ്പിക്കഴുത്ത് പോലെയാണ് ദേശീയപാതയിലൂടെ വാഹനങ്ങൾ മുമ്പോട്ട് വരുന്നത്. വലിയ ഗതാഗത കുരുക്ക് ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നു. ഈ ദേശീയപാത നിർമ്മാണം ഇഴയുന്നത് ഇവരുടെ നിത്യജീവിതത്തെയും വലിച്ചിഴയ്ക്കുന്നു. ഏതാണ്ട് അരമണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വരെ ദിവസവും ട്രാഫിക് ബ്ലോക്കിൽ കളയേണ്ടി വരുന്ന അവസ്ഥ. ദേശീയപാതയിലെ തിരക്കും മെട്രോ നിർമ്മാണവും മൂലം വീർപ്പുമുട്ടുകയാണ് പകൽ സമയങ്ങളിൽ എറണാകുളം പാലാരിവട്ടം ബൈപ്പാസ് ജംഗ്ഷൻ. പാലാരിവട്ടത്ത് നിന്ന് കാക്കനാട് വരെ നീളുന്ന 2ാം ഘട്ട മെട്രോ നിർമ്മാണത്തിന്റെ ഭാഗമായി ഈ ഭാഗത്ത് വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. ഈ പല ഭാഗങ്ങളും ബാരിക്കേഡ് വെച്ച് മെട്രോ നിർമ്മാണത്തിന് വേണ്ടി അടച്ചിരിക്കുകയാണ്. ബാക്കിയുള്ള റോഡിൽ വലിയ രീതിയിൽ കുണ്ടും കുഴിയുമാണ്. പല വാഹനങ്ങളും 2 മണിക്കൂറോളം സമയമെടുത്താണ് പാലാരിവട്ടത്ത് നിന്നും കാക്കനാട് ഇൻഫോ പാർക്ക് വരെ എത്തുന്നത്. ദുരിതം തന്നെ യാത്ര പറയണ്ട എന്റെ പൊന്നു. ഭയങ്കര ബ്ലോക്ക്, വണ്ടി ഓടിച്ച് വരാൻ പറ്റാത്ത അവസ്ഥയാണ്. കിലോമീറ്ററാണ് ജില്ലാ അതിർത്തിയായ പൂങ്കുന്നം മുതൽ മലപ്പുറം ജില്ലയോട് ചേർന്ന കല്ലുപുറം വരെയുള്ള ദൂരം. 3 റീച്ചുകളിലായി 2 വർഷം മുൻപ് നിർമ്മാണം ആരംഭിച്ചു. 6 കിലോമീറ്റർ ദൂരം മാത്രമാണ് നിർമ്മാണം പൂർത്തീകരിക്കാനുള്ളത്. പുഴയ്ക്കൽ മുതൽ മുതുവറ വരെയുള്ള ഈ ദൂരം പൂർത്തീകരിക്കുന്നതിനായി വലിയ ബുദ്ധിമുട്ടാണ് ഇതിനോടകം നേരിടുന്നത്. 6 കിലോമീറ്ററോളം നീളത്തിൽ റോഡിലൂടെ സഞ്ചരിക്കാനാവാത്തത്ര ദുരിതത്തിലാണ് ജനങ്ങളുള്ളത്. കുണ്ടിലും കുഴിയിലും പെട്ട് ബൈക്ക് യാത്രക്കാരടക്കം അപകടങ്ങളിൽ പെടുന്നതും സാധാരണ സംഭവമായി ഇവിടെ മാറിയിരിക്കുകയാണ്. ഇടപ്പള്ളി കുതിരാൻ ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കിന് ശമനമില്ലാതെ തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പലയിടങ്ങളിലും ഇങ്ങനെ അടിപ്പാതയുടെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് സ്വാഭാവികമായും റോഡിന്റെ ഇരുഭാഗങ്ങളിലൂടെ വേണം വാഹനങ്ങൾ കടന്നു പോകാൻ. ആ കടന്നു പോകുന്ന വഴിയിൽ പലയിടത്തും കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. ആ കുഴികളിൽ താണ്ടി വാഹനങ്ങൾ കടന്നു വരുമ്പോഴാണ് ഇത്രത്തോളം സ്ലോ ആയി മാത്രം വാഹനങ്ങൾക്ക് മൂവ് ചെയ്യാൻ കഴിയുന്ന സാഹചര്യം. കേരളത്തിന്റെ ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സാഹചര്യം അത് തുടർന്നുകൊണ്ട് ഇരിക്കുന്നു. ദേശീയപാതയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ആസിം മുഹമ്മദ്, ന്യൂസ് മലയാളം.